ഹായ്, ഇന്ന് നമ്മൾ ചെറിയൊരു വ്ളോഗാണ്. ഓണം ഡേ. ഓണത്തിൻ്റെ തലേദിവസം മുതൽ പിറ്റേ ദിവസം ഒരു ഈവനിങ് വരെയുള്ളൊരു വ്ളോഗാണിന്ന്. എൻ്റെ ആദ്യത്തെ വ്ളോഗാണ്. എല്ലാവരും ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇത് ഓണത്തിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ആദ്യം തന്നെ അമ്മ നാളത്തെ പായസത്തിന് വേണ്ടിയിട്ടുള്ള പയർ വറുത്ത് ഇങ്ങനെ അതിൻ്റെ തോലൊക്കെ കളഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നാളെ പായസം വെക്കുമ്പോൾ വലിയ പണിയൊന്നും ഉണ്ടാവില്ല. പയറ് പായസം അതുപോലെ തന്നെ സേമിയം വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ അത് തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വൈകുന്നേരം തന്നെ പച്ചടിയും പുളിയിഞ്ചിയും അതുപോലെ കിച്ചടിയും വെച്ചിട്ടുണ്ട്. അതാകുമ്പോൾ നാളത്തേക്ക് കേടാവില്ല. അതുപോലെ സാമ്പാറിന് വേണ്ട കഷ്ണങ്ങളും അവിയലിന് വേണ്ട കഷ്ണങ്ങളും ഞങ്ങൾ മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ പൂന്നുള്ളിയിടാമെന്ന് വിചാരിച്ചു. നാളെ രാവിലെ എണീറ്റ് പൂവിടണം. അപ്പം ഇപ്പം സമയം ഒരു 12:30 ഒക്കെ ആയി. എന്നാലും കിങ്ങിണിയും കുഞ്ഞോളും അമ്മയും അബിയേട്ടനും ഞാനോ പൂവൊക്കെ കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പൂവ് കട്ട് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളൊരു ചായ ഒക്കെ കുടിച്ചു കേട്ടോ. ഉറക്കം വരുന്നതുകൊണ്ട് മഞ്ഞ ഓറഞ്ച് നിറത്തിലുള്ള ജമന്തിയും മല്ലികയും കുറേ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ കുറേ മുറിച്ചിട്ടിട്ടും ബാക്കിയുണ്ടായിരുന്നു. അതുപോലെ തന്നെ റോസും വെള്ള നിറത്തിലുള്ള പൂവൊക്കെ കുറവായിരുന്നു. അങ്ങനെ എല്ലാം മുറിച്ചിട്ട് കുറേ ലേറ്റായിട്ടാണ് ഞങ്ങൾ ഉറങ്ങിയത്. പിന്നെ ഞാൻ രാവിലെ തന്നെ എണീറ്റ് കുളിച്ച് പൂവിടായിരുന്നു. നേരത്തെ തുടങ്ങിയില്ല, എന്തായാലും തീരില്ല. അതുകൊണ്ട് നേരത്തെ തന്നെ കുളിച്ച് പൂവിടാൻ തുടങ്ങി. അതിൻ്റെ ഇടയ്ക്ക് രാവിലെ തന്നെ നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ അഭിയേട്ടനെ പോയി വിളിച്ചു. രണ്ടാളും കൂടി ഇട്ടാൽ പെട്ടെന്ന് തീരുമല്ലോ. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി പൂവിട്ടു. അങ്ങനെ ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മളെ പൂക്കളം ഏകദേശം റെഡി ആയിട്ടുണ്ട്. പൂക്കളൊക്കെ സെറ്റായപ്പോൾ ഇതാ കുറേ പൂ ബാക്കി. അങ്ങനെ അഭിയേട്ടൻ അത് നൂലിൽ കോർത്ത് ഫ്രണ്ടിൽ കെട്ടി തൂക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ്റെ സൂചിയൊക്കെ എടുത്തിട്ട് അത് കെട്ടി മാലയാക്കി ഫ്രണ്ടിൽ ഇതുപോലെ തൂക്കി. ബാക്കി കുറച്ച് പൂവും ബാക്കിയുണ്ടായിരുന്നു. ആദ്യം ഇതുപോലെ പൂക്കളത്തിൻ്റെ സൈഡിലൊരു ബോർഡർ പോലെ ഇതളുകളായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചേച്ചീൻ്റെ വന്നു കേട്ടോ. അവർ ഗുരുവായൂർ പോയതുകൊണ്ട് അവർക്ക് ഇന്നലെ വരാൻ പറ്റിയില്ല. അപ്പം ഇന്ന് അവർ രാവിലെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇത്തവണത്തെ ഓണത്തിന് അങ്ങനെ പുറത്തുനിന്നും അങ്ങനെ ആരുമില്ലായിരുന്നു. ഞങ്ങൾ മാത്രമായിരുന്നുള്ളൂ. ഞാനും അമ്മയും അഭിയേട്ടനും അച്ഛനും അതുപോലെ തന്നെ ചേച്ചിയും മക്കളും പിന്നെ ശ്രീധര മാമനും ലീല മാമിയും വന്നു. അങ്ങനെ വലിയ ആഘോഷങ്ങളൊന്നും ഇല്ലാണ്ട് ഓണം അങ്ങനെ കഴിഞ്ഞുപോയി. ഉച്ചയായപ്പോൾ നല്ല ഓണസദ്യ കഴിച്ചു. ഓണസദ്യയല്ല കേട്ടോ, ഞങ്ങളിവിടെ മലബാറിലോട്ട് സദ്യക്ക് ഞങ്ങൾ ചിക്കനും ബീഫൊക്കെ വിളമ്പും. ചിക്കനും ബീഫൊന്നും ഇല്ലാത്ത ഓണസദ്യയൊന്നും ഇവിടെ ഉണ്ടാവാറില്ല. ആദ്യം അച്ഛനും ശ്രീധരമാമനും അതുപോലെ അഭിയേട്ടനും ഫുഡ് കഴിക്കാനിരുന്നു. ചേച്ചി അതിൻ്റെ ഇടയ്ക്ക് നോനിക്ക് വാരി കൊടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പോയി ഡ്രസ്സൊക്കെ മാറ്റി വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഓണത്തിന് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാനുണ്ടായിരുന്നു. ഓണത്തിൻ്റെ ഒരുപാട് ദിവസം മുമ്പ് പ്ലാൻ ഇട്ടതാണെങ്കിലും ഇന്നാണ് നടന്നത്. അഭിയേട്ടനും ഉണ്ടാവില്ല, അഭിയേട്ടന് നേരം കിട്ടുമ്പോൾ ഞാനും ഉണ്ടാവാറില്ല. അങ്ങനെ ഇന്ന് കുറേ വീഡിയോസൊക്കെ എടുക്കാൻ പറ്റി. ഡ്രസ്സൊക്കെ മാറ്റി വന്ന് ഫുഡ് കഴിക്കാനിരുന്നു. സാരിയൊക്കെ എടുത്ത് ഫുഡ് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, അതുകൊണ്ട് വേഗം മാറ്റി വന്ന് എല്ലാവരും ഇരുന്നു. ലീല മാമിയും അമ്മയും ഏറ്റവും ലാസ്റ്റാണ് ഇരുന്നത് കേട്ടോ. അവരെല്ലാവർക്കും വിളമ്പി കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അടിപൊളി സദ്യ കഴിച്ചു. സദ്യയല്ല, ചിക്കനും ബീഫൊക്കെ ഉണ്ട്, എങ്കിലും ഒരു ചെറിയ സദ്യ എന്ന് പറയാം. സദ്യ കഴിച്ചേരെ തന്നെ പായസത്തിൽ പപ്പടവും കൂട്ടി കുഴച്ച് വയ്ക്കാൻ നല്ല ടേസ്റ്റ് ആരോ പറഞ്ഞു. അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു.
അങ്ങനെ സദ്യയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഞങ്ങൾ അവിടെ തന്നെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ലീല മാമിയും ശ്രീധര മാമനും പോകാനായിട്ട് ഇറങ്ങിയിട്ടോ. അഭിയേട്ടനും ഉണ്ണിയും കൂടി അവരെ കൊണ്ടാക്കാൻ പോയി. വൈകുന്നേരം ആയപ്പോൾ ഏറ്റവും സങ്കടമുള്ളൊരു കാര്യമായിട്ടോ, രാവിലെ മുതൽ നമ്മൾ കഷ്ടപ്പെടുണ്ടാക്കി ഈ പൂക്കളം വാരുന്നത്. ഞാൻ അമ്മയും നൂനിയും കൂടി അതെല്ലാം കൂടി വാരി ഒരു കവറിലാക്കി വെച്ചു. ഇനി നമുക്കിത് കൊണ്ടുപോയി ഒഴുക്കണം. നമ്മൾ ഇങ്ങോട്ടൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പൂക്കളം നമ്മൾ വാരിയിട്ട് അത് പുഴയിലോ തോട്ടിലൊക്കെ കൊണ്ട് ഒഴുക്കും. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ അത് ഒഴുക്കാൻ വേണ്ടി ഞങ്ങൾ തൊട്ടടുത്തുള്ള പുഴയിൽ വന്നതാട്ടോ. നല്ല ഒഴുക്കൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി അവിടെ എത്തി പുഴയിൽ പൂ ഒഴുക്കി. ഞങ്ങൾ പോയ സമയത്ത് നല്ല ഒഴുക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒഴുക്കുന്ന പൂവൊക്കെ കരയിലേക്ക് തന്നെ വരുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ വീട്ടിലെ ഓണത്തിൻ്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇനി പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.